ഈ സമയത്ത് ഞാൻ അവിടെ ആണെങ്കിൽ ഇവിടേക്ക് വിളിക്കുമ്പോഴേ ഇവരോട് ഞാൻ അവിടുത്തെ ചൂടിന്റെ കാര്യം പറയട്ടോ. 40 ഡിഗ്രി 42 ഡിഗ്രിയാണ്, നിൽക്കാൻ വയ്യ, പുറത്തേക്ക് ഇറങ്ങിയാലും ഭയങ്കര ചൂടാണെന്നൊക്കെ പറയും. അപ്പൊ ഇവിടുന്ന് വരുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എൻ്റെ ഒക്കെ ഒരു ഭാഗ്യേ തുണിയൊക്കെ എത്ര പെട്ടെന്ന് ഉണങ്ങാം. നമ്മളവിടെ വേർത്ത് ഒലിച്ചിരിക്കട്ടോ. അപ്പൊ ഇവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം, തുണികള് 3-4 ദിവസത്തെ തുണികള് തോരിടാൻ സ്ഥലമല്ല, ഉണങ്ങുന്നില്ല. സംഭവം ശരിയാണ്. അവിടുന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അയലും വിട്ടിട്ട് റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ കഥ ഉണങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളവിടെ അനുഭവിക്കുന്ന ചൂടിന്റെ ബുദ്ധിമുട്ട് ഇവർക്ക് അറിയില്ലല്ലോ. പക്ഷെ മഴക്കാലത്ത് മാത്രം ഇവിടെ കേരളത്തിന്റെ വീടുകളിൽ കാണപ്പെടുന്ന ഒരു കലാരൂപമുണ്ട്. എന്താ സംഭവം എന്നറിയാം? നോക്കി ഇതിപ്പോഴേ അങ്ങനെ ഒരു സൗകര്യം അവിടെ ഉണ്ട്. സൗകര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. ഗസ്റ്റ് വന്നവിടെ ഇരുന്ന് നേരെ നോക്കുന്ന ഇതാണ്. പക്ഷെ വേറെ വഴിയില്ല. ഇതിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ വല്ല ചെയർ ഇവിടെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതിൽ കൂടെ ഒരു അയൽ കെട്ടിയിട്ടോ ഒക്കെ അല്ലേ ഇതിവിടെ തോരിടാം. ഇതിപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ടത് അവിടെ ഉണ്ട്. ഇതിവിടെ മാത്രമല്ല, മുകളിൽ എല്ലാ റൂമിൽ കൂടി ഉണ്ട്. എല്ലാ റൂമിലും ഫാനിന്റെ ചുവട്ടിലൊക്കെ തുണികളാണ് കേട്ടോ. 2-3 ദിവസത്തെ തുണികളൊക്കെ എന്താ പറയാ ഇതുപോലെ ഇങ്ങനെ തോരിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും മഴ ഇങ്ങനെ കാണുമ്പോഴോ എന്താ സുഖം, ആ മഴ തണുപ്പ്. ഇവിടെ നിൽക്കുമ്പോ ഇവര് അവിടെ നിന്ന് അങ്ങോട്ട് പെണ്ണുങ്ങള് എന്തൊരു വെയിലാണ്, ഇത് പെട്ടെന്ന് ഉണങ്ങുമല്ലോ എന്ന് നോക്കും. ഇങ്ങനെയാണ് പറയാ, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചാണ് അല്ലെ. അപ്പൊ ഇതുപോലെ തുണി ഉണങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാരും കമന്റ് ഇടുന്നുണ്ടോ. അപ്പൊ എത്രയേ ഉള്ളൂ.